കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ബസ് സ്റ്റോപ്പ് മാറ്റിയതിനെതിരെ പരാതിയുമായി വ്യാപാരികൾ. അശാസ്ത്രീയമായ മാറ്റം അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും ഇടയാക്കുന്നതായാണ് ആക്ഷേപം. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് അല്പം മാറിയാണ് പുതിയ ബസ് സ്റ്റോപ്പ്. സ്റ്റേഷന് മുന്നിൽ ഗതാഗതക്കുരുക്കെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബസ് സ്റ്റോപ്പ് മാറ്റിയത്. എന്നാൽ തീർത്തും അശാസ്ത്രീയമായ തീരുമാനമാണിതെന്നാണ് ആക്ഷേപം. ബസ് സ്റ്റോപ്പ് എന്ന ബോർഡിനും എത്രയോ പിറകിലാണ് ബസ്സുകൾ നിർത്തുന്നത്. അതുകൊണ്ടുതന്നെ മാർക്കറ്റ് റോഡ് പലപ്പോഴും അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയാണ്. വ്യാപാരികളാണ് ഏറെ ദുരിതത്തിൽ. ഒമാസ് ഇൻ എന്ന ഹോട്ടലും ലോഡ്ജും അടച്ചിടേണ്ട അവസ്ഥയിലാണ്. ഇവിടേക്ക് വാഹനങ്ങൾ കയറാനും ഇറങ്ങാനും പറ്റാത്ത സ്ഥിതി. ഇവരുടെ എൻട്രൻസിന് തൊട്ടുമുന്നിലാണ് ബസ്സുകൾ മിക്കപ്പോഴും നിർത്തുന്നത്. വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് ഒമാസ് ഇൻ മാനേജർ KP മുനീർ. വ്യാപാരികൾക്ക് നല്ലൊരു ബുദ്ധിമുട്ടാണ്. മുമ്പ് ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന അവിടെയാണ്. അവിടെ ദേശം ഇങ്ങോട്ട് മാറ്റി വ്യാപാരികൾക്ക് മൊത്തം ബുദ്ധിമുട്ടായിട്ടുള്ളത്. ആ ബസ് സ്റ്റോപ്പിലല്ല ബസ് നിർത്തുന്നത്. മെയിൻ എൻട്രൻസ് ആണ് ഇത്. ഒമാസിലേക്കും അതുപോലെ തന്നെ ലോഡ്ജും കൂടി ഉള്ളതാണ്. മിനിറ്റാണെങ്കിൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഒമാസ് റെസ്റ്റോറൻറ്റ് ലോഡ്ജ്. അപ്പോൾ അത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. കച്ചവട സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ബസ് സ്റ്റോപ്പ് കാണുന്നില്ല, എൻട്രൻസ് ബ്ലോക്ക് ആയിട്ടാണ് ബസ് നിർത്തിയിട്ടുള്ളത്. ഈ എൻട്രൻസ് നിർത്തി പിന്നെ നമ്മൾക്ക് വാഹനങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്നില്ല. പിന്നെ ഇവിടുന്ന് വാഹനങ്ങൾ കടന്നു വരുന്ന ജനങ്ങളുടെ അടുത്ത് മാറാത്തത് കൊണ്ട് ആക്സിഡൻറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് മെയിൻ എൻട്രൻസ് ആണ് ഹോട്ടലിലേക്കുള്ളൂ അതോ ലോഡ്ജിലേക്കുള്ളൂ. വളരെ വ്യാപാരിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഈ ഭാഗത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഒന്നും നിർത്തിയിടാനും അനുവദിക്കുന്നില്ല. വാഹനം നിർത്തിയിട്ടാൽ പിഴ 1000 രൂപയാണ്. ഇത് കാരണം ആളുകൾ ഈ ഭാഗത്തേക്ക് വരാത്ത സ്ഥിതിയാണെന്ന് ജ്യൂസ് ഷോപ്പ് ഉടമ സിറാജും പറഞ്ഞു. ബൈക്കുകളൊന്നും വെക്കാൻ വിടുന്നില്ല. അതുകൊണ്ട് 1000 രൂപ ഫൈന് പറയുന്നുണ്ട്. അപ്പം കച്ചവടമൊന്നും നടക്കുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആകെ വരുന്നത് ബൈക്കിൽ വരുന്ന കസ്റ്റമറെ കൂടുതലുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഷോപ്പിൻ്റെ എൻട്രൻസിൽ വന്നിട്ടാണ് ഈ പാസഞ്ചർ കംപ്ലീറ്റ് വന്നിട്ട് നിൽക്കുന്നത്. ചില സമയത്തെന്ന് പറഞ്ഞാൽ വലിയ ബാഗ് കൊടുത്തിട്ട് നമ്മളെ എൻട്രൻസിൽ വന്നിട്ടാണ് നിൽക്കാൻ. അപ്പോൾ ഞങ്ങളുടെ കസ്റ്റമറിലെങ്ങനെ ഷോപ്പിലേക്ക് എങ്ങനെ കയറാൻ? അതെല്ലാം വലിയ ബിസിനസ്. കാരണം ഒന്നാമത് സ്റ്റേഷൻ റോഡിലെന്ന് പറഞ്ഞാൽ മന്ത്ലിയുള്ള റെൻ്റല്ല, പെർ ഡേ ആണ്. അതാണ് 1000, 1200, 1500 വരെ പെർ ഡേ റെൻറ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ബിസിനസ് ഇല്ലെങ്കിൽ ഈ പൈസ എങ്ങനെ കൊടുക്കും? ബിസിനസ് ചെയ്താലേ നമുക്ക് റെൻറ്റും സ്റ്റാഫിൻ്റെ മറ്റേ ശമ്പളം ഇതെല്ലാം കൊടുക്കാനും കൂടി പറ്റാൻ വലിയ പ്രശ്നമാണ്. അത് നിങ്ങൾ ആരോട് ചോദിച്ചാലും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് പിന്നെ ഡെയിലി നമുക്ക് പാസഞ്ചറായിട്ട് നമുക്ക് നമുക്ക് എപ്പോഴും നമുക്ക് പ്രശ്നങ്ങളും കാര്യവും ഇതൊന്നും നടത്താൻ കഴിയില്ലല്ലോ. ബസ് സ്റ്റോപ്പ് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ കോർപ്പറേഷനെ സമീപിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ ഇടപെട്ടല്ല ഈ പരിഷ്കരണം നടപ്പാക്കിയതെന്നാണ് അധികൃതർ മറുപടി നൽകിയത്. ട്രാഫിക് പോലീസാണ് ബസ് സ്റ്റോപ്പ് മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.